ജന്മത്തിന്റെ തുടക്കം മുതൽ അവസാന ഒടുക്കം വരെ ഈ കാര്യത്തിൽ മതം, അള്ളാഹുവിന്റെ ദീൻ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിമാരകമായ രോഗങ്ങൾ കൊണ്ട് ജനങ്ങൾ പ്രയാസത്തിലായ ഈ കാലഘട്ടത്തിൽ ഈ ഒരു ശാസ്ത്ര സത്യത്തെ, ഈ ഒരു ശാസ്ത്ര വഴിയെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുക എന്ന ദൗത്യമാണ് കുറച്ച് ഉലമാക്കൾ, ആ കൂട്ടത്തിൽ എന്നെ പോലെയുള്ള സാധാരണക്കാരും ചേർന്നുകൊണ്ട് ഇന്ന് നടത്തി വരുന്നത്. തിബ്ബുൻ നബവി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഇന്ത്യയിൽ സ്ഥാപിച്ചുകൊണ്ട് ഈ ആരോഗ്യ ശാസ്ത്രത്തെ പുതിയ കാലത്തെ രോഗപ്രതിസന്ധിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതിൽ കർണാടകയിലും കേരളത്തിലുമുള്ള തമിഴ്നാട്ടിലുമുള്ള ഒരു കൂട്ടം ഉലമാക്കൾ വളരെ ശ്ലാഘനീയമായി ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ സേവന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനങ്ങൾക്ക് മാത്രമേ ഇനി രോഗികളില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയൂ. ദർ ഇസ് നോട്ട് ഇൻക്യൂറബിൾ ഡിസീസ് എന്ന് ചരിത്രത്തിൽ ആകെ പറഞ്ഞ ഒരേ ഒരു വൈദ്യശാസ്ത്ര പണ്ഡിതൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ ഔ കമാ ഖാൽ മുഹമ്മദ് റസൂലുള്ളാഹി. പല രോഗവും മരുന്നുണ്ട്, ചികിത്സയുണ്ട് എന്ന് പറയാമെന്നല്ലാതെ അത് പരിപൂർണമായി ശിഫയാകുമെന്ന് പറയാൻ ധൈര്യം കാണിച്ച ആളുകൾ വളരെ കുറവാണ്. രോഗം എത്ര മാരകമാണെങ്കിലും അത് ശിഫയാകുമെന്ന് പറയാൻ ധൈര്യം കാണിച്ച ആളുകൾ കുറവാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ ജീവിതത്തിന്റെ വിജയ വഴികൾ, മനുഷ്യ ജീവിതത്തിന്റെ വഴികളല്ല, മനുഷ്യ ജീവിതത്തിന്റെ വിജയ വഴികൾ, അങ്ങനെ തന്നെ പറയണം. മനുഷ്യ ജീവിതത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞാൽ അത് കലാമ് താമാവില്ല, പരിപൂർണാവില്ല. എന്താ പറഞ്ഞത്? മനുഷ്യ ജീവിതത്തിന്റെ വിജയ വഴികൾ. എവിടെയും ജയിച്ചുകൊണ്ടിരിക്കും. ഒറ്റക്കാണെങ്കിലും ജയിക്കും, കുടുംബപരമായിട്ടാണെങ്കിലും ജയിക്കും, കച്ചവടത്തിലും ജയിക്കും, രാഷ്ട്രീയത്തിലും ജയിക്കും, എല്ലാത്തിലും ജയിക്കുന്ന വഴികൾ പഠിപ്പിച്ചയാളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി, സാമ്പത്തികമായി, രാഷ്ട്രീയപരമായി വിജയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ആശങ്കയൊന്നും വേണ്ട. മുഹമ്മദീയത്തിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊന്ന് വഴിമാറി നടക്കാൻ തീരുമാനിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കൊന്ന് വഴിമാറി നമ്മൾ ആരൊക്കെയോ നേതാക്കളാക്കി വെച്ചിട്ടുണ്ട്, ആരൊക്കെയോ നമ്മൾ റോൾ മോഡലാക്കി വെച്ചിട്ടുണ്ട്, ആരെയൊക്കെയോ റോൾ മോഡലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആശങ്കപ്പെടുന്ന വാർത്തകൾ ഭരണകർത്താക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരും. ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഭരണകർത്താക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് നിങ്ങളുടെ റോൾ മോഡൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവാത്തത് കൊണ്ടാണ്. മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? സദസ്സിന് മനസ്സിലായിട്ടുണ്ടോ ഞാൻ പറഞ്ഞത്? ആശങ്കപ്പെടുത്തുന്ന, മനസ്സിനെ വേവലാതിപ്പെടുത്തുന്ന, പൗരത്വം പോലത്തെ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന വാർത്തകൾ നിങ്ങൾ വായിക്കേണ്ടി വരുന്നത് മുഹമ്മദീയത്തിൽ നിന്ന് നിങ്ങൾ വഴിമാറി നടന്നതുകൊണ്ടാണ്. ഒരു സമൂഹത്തിന്റെ സ്വീകാര്യത മുഹമ്മദീയത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിനെ ലോകം സ്വീകരിച്ചത് അവരിൽ മുഹമ്മദീയത്തുണ്ടായത് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ഇപ്പൊ എന്താ ഇല്ലാണ്ടായത്? എന്താ ഇല്ലാണ്ടായത്? മുഹമ്മദീയത്ത്, ആകർഷണീയത, അട്രാക്ഷൻ. മുഹമ്മദീയത്ത് എന്നതിന് ഞാൻ കൊടുക്കുന്ന അർത്ഥം ആകർഷണീയത, അട്രാക്ഷൻ, സ്വീകാര്യത. അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക്. അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക്. പാർശ്വവൽക്കരിക്കപ്പെടും, എഴുതിത്തള്ളപ്പെടും. രേഖയിലുണ്ടാവില്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. രേഖയിലുണ്ടാവില്ല. മുസ്ലിം രാജ്യത്ത് തന്നെ മുസ്ലിമീങ്ങൾക്ക് ജീവിതം പ്രയാസമാണ്. നിങ്ങൾക്കറിയില്ല അത്? ഫലസ്തീനിൽ, ഇറാഖിൽ, ബഗ്ദാദിൽ, സിറിയയിൽ ഇതൊന്നും നിങ്ങൾക്കറിയില്ലേ? അവർക്ക് മുഹമ്മദീയത്ത് നഷ്ടപ്പെട്ടതിന്റെ പരിണിത ഫലം. പ്രതിരോധശേഷി നഷ്ടപ്പെട്ട ഒരു തടിയിൽ എന്തൊക്കെ രോഗം വരുന്ന? പ്രതിരോധശേഷി നഷ്ടപ്പെട്ട തടിയിൽ എന്തെല്ലാം രോഗം വരാം? അള്ളാഹു ഇസ്സത്തിലാക്കി തരട്ടെ. ഇസ്സത്തിന്റെ മാനദണ്ഡം മുഹമ്മദീയത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, മാരക രോഗങ്ങൾ
ഒരുപാട് വർദ്ധിക്കുകയാണ്. പ്രമേഹമുണ്ട്, ക്യാൻസറുണ്ട്, കിഡ്നി രോഗമുണ്ട്, കരൾ രോഗമുണ്ട്. കരൾ രോഗം തന്നെ വളരെ വിഭിന്നമാണ്. അങ്ങനെ ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും വകയില്ലാത്ത മാരക രോഗങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഹദീസ് പാരായണം ചെയ്യുന്നത്. മാ അൻസലല്ലാഹു ദാഅൻ, മാ അൻസലല്ലാഹു ദാഅൻ, അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. രോഗം ഇറങ്ങലാണ്, രോഗം പരക്കലല്ല. മനസ്സിലായിട്ടില്ല? ലാ അദുവ, രോഗം പരക്കലില്ല. പിന്നെന്താ ഉള്ളത്? രോഗം ഇറങ്ങലാണ്. അൻസലല്ലാഹു ദാഅൻ, രോഗം സ്പ്രെഡ് ആവലില്ല. അത് ഒരു സയന്റിഫിക്കായ വാക്കല്ല, സയൻസിൽ അപാകതയുള്ളവരുടെ വാക്കാണ് രോഗപ്പകർച്ച. പരിശുദ്ധ ഹദീസ് ശരിയായ വിശകലനത്തിന് വിധേയമാക്കിയാൽ രോഗമൊന്നും പകരില്ല, തെളിയിക്കാൻ കഴിയില്ല. പകരം രോഗമിറങ്ങും. അത് ചില രാത്രികളിൽ, ചില പകലുകളിൽ, കൊല്ലത്തിലെ ചില രാത്രികളിൽ ആകാശത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില രോഗങ്ങൾ ഇറങ്ങും. അതുകൊണ്ട് നിങ്ങൾ പാത്രം മൂടി വെക്കണം, പാത്രം കമിഴ്ത്തി വെക്കണം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ രാത്രികളിൽ നിങ്ങളുടെ വീടുകളിലെ ഭക്ഷണം കഴിച്ച് കഴുകി വൃത്തിയാക്കിയ പാത്രങ്ങൾ കമിഴ്ത്തി വെക്കണം. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. എത്ര വലിയ വാക്കുകളാണ്! ഒരു സമൂഹത്തെ അപ്പാടെ ആരോഗ്യപരമായി സംരക്ഷിക്കുന്ന എത്ര വലിയ വാക്കുകളാണിത്. പാത്രം കമിഴ്ത്തി വെക്കണം, അഥവാ തുറന്നു വെക്കേണ്ടി വന്നാൽ വല്ല അടപ്പും വെക്കണം. അടപ്പിനൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കമ്പെങ്കിലും വെക്കണം. സുബ്ഹാനല്ലാഹ്. പ്രതീകാത്മകമായ തടസ്സം. ഏറ്റവും വലിയ രോഗപ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് ഇസ്ലാമോളം ചർച്ച ചെയ്ത മറ്റൊരു രീതി നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളിതിനെ വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. മാ അൻസലല്ലാഹു ദാഅൻ, നിങ്ങൾക്കെല്ലാവർക്കും ധൈര്യം വരുത്താനാണ് ഞാനീ പറയണത്. നിങ്ങളിൽ ചില ആളുകൾക്കൊരാശങ്കയുണ്ട്, എന്നെ പിടികൂടിയ രോഗം ഭേദമാവില്ലെന്ന്. ചില ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഈ ആശങ്ക മാറ്റുക എന്നതാണ് എൻ്റെ ജീവിത ദൗത്യം, അല്ലെങ്കിൽ ഞാൻ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നബിശാസ്ത്രത്തിൻ്റെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാസ്ത്രത്തിന്റെ ദൗത്യം അതാണ്. മാ അൻസലല്ലാഹു ദാഅൻ, അല്ലാഹു ഒരു രോഗത്തെയും മനുഷ്യനുമേൽ ഇറക്കിയിട്ടില്ല. ഇത് രോഗികൾ മനഃപ്പാടമാക്കേണ്ട ഹദീസാണ്. രോഗം കൊണ്ട് പ്രയാസത്തിലായ ആളുകൾ മനഃപ്പാടമാക്കേണ്ട ഹദീസാണ്. മാ അൻസലല്ലാഹു ദാഅൻ, അല്ലാഹു ഒരു രോഗത്തെയും മനുഷ്യനുമേൽ ഇറക്കിയിട്ടില്ല. ഇല്ലാ അൻസല ലഹു ശിഫാ, ലാ ഇലാഹ, ഒരു ഇലാഹു ഇല്ല, ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ. കടുപ്പുള്ള വാക്കാണ്. അല്ലാഹ് മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ കടുപ്പുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്. മാ അൻസലല്ലാഹു ദാഅൻ, ഇറക്കിയിട്ടേ ഇല്ല. ഒരു രോഗവും അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല. ഇല്ലാ അൻസല ലഹു ശിഫാ ഔ കമാ ഖാൽ മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ ചിന്തിക്ക്, ഒരു 2 മിനിറ്റെങ്കിലും എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ചിന്തിക്ക്. എന്നിട്ട് എന്തേ എൻ്റെ സൂക്കേട് മാറാത്ത? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. അപ്പോഴേ എൻ്റെ വാക്കുകൾ, അടുത്ത വാക്കുകൾക്ക് പ്രസക്തിയുള്ളൂ. നിങ്ങൾ അങ്ങനെ ചിന്തിക്ക്. എന്നിട്ടെന്തേ എൻ്റെ രോഗം ശിഫയാവാത്തത്? അല്ലേ ചോദിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ചോദ്യം. എന്നിട്ടെന്താണ് എൻ്റെ രോഗം ശിഫയാവാത്തത്? എല്ലാ രോഗത്തിനും അള്ളാഹു ശിഫ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ രോഗം മാറുന്നില്ലല്ലോ. അതിന്റെ മറുപടി, രോഗമുണ്ടാകുന്ന വഴിയിൽ നിന്ന് ഇപ്പോഴും മാറി നിന്നിട്ടില്ല. ഒന്ന്, രോഗം ഉണ്ടാവുന്ന വഴിയിൽ നിന്ന് ഇപ്പോഴും നിങ്ങൾ മാറി നിന്നിട്ടില്ല. ഉത്തരം 1. മനസ്സിലായിട്ടില്ല? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? രോഗം ഉണ്ടാവുന്ന വഴിയിൽ നിന്ന് ഇപ്പോഴും മാറി നിന്നിട്ടില്ല. ഉത്തരം മനസ്സിലായിട്ടില്ല? ഇല്ലെങ്കിൽ പറയും. രോഗം ഉണ്ടാവുന്ന വഴി, രോഗം ഇല്ലാണ്ടാവുന്ന വഴി, രോഗം വളരുന്ന വഴി, രോഗം ശക്തിപ്പെടുന്ന വഴി. മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാവാത്ത ആള് പറയണേ, എന്റെ രോഗം എന്താണ് ശിഫയാവാത്തത് എന്നാ ചോദ്യം. എന്റെ രോഗം എന്തുകൊണ്ടാണ് ശിഫയാവാത്തത് എന്നതാ ചോദ്യം. ഞാൻ പറഞ്ഞ ഹദീസ് എന്താണ്? മാ അൻസലല്ലാഹു ദാഅൻ ഇല്ല അൻസല ലഹു ശിഫാ. എല്ലാ രോഗവും ശിഫയാവും. എത്രയോ ആളുകളുടെ എത്രയോ രോഗങ്ങൾ ശിഫയായിട്ടുണ്ട്. അപ്പൊ എനിക്ക് രോഗം ഉണ്ടായിട്ട് എത്ര കൊല്ലായി? 10 കൊല്ലമായി, അല്ല എത്രയും 15 കൊല്ലമായി. എന്താ ഡോക്ടറെ കാണിക്കുന്നില്ലേ? കാണിക്കണ്ട്. എന്താ പിന്നെ മരുന്ന് കുടിക്കണ്ടാവില്ല അല്ലെ? കൃത്യമായി കുടിക്കണ്ട്. അപ്പൊ പിന്നെന്താ സൂക്കേട് മാറാത്തത്? സൂക്കേടുണ്ടാവുന്ന രോഗമുണ്ടാകുന്ന വഴിയിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല. എന്താ രോഗം ഇല്ലാണ്ടാക്കുന്ന വഴിയുണ്ടോ? രോഗം വരുന്ന വഴിയുണ്ടോ? അങ്ങനെ ഒരു വഴിയുണ്ട്. പള്ളിയിലേക്ക് വരുന്ന വഴിയുണ്ടോ? വഴിയുണ്ട്. ആ ഇതിലേക്ക് കയറിയാൽ പള്ളിയിലേക്ക് എത്തും. മനസ്സിലായില്ലേ? പിന്നെ മംഗലാപുരത്തേക്കുള്ള ബസ്സിന് കയറിയിട്ട് കണ്ണൂരിന്നേ, ഞാൻ മംഗലാപുരത്തേക്കുള്ള ബസ്സിന് കണ്ണൂരിൽ നിന്ന് കയറിയിട്ട് കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുവാ? എനിക്ക് പറ്റൂല, നിങ്ങൾക്ക് പറ്റുമെന്ന് അറിയില്ല. ഉണ്ട്, അങ്ങനെ ഉണ്ടാ? സൂക്കേട് മാറാനുള്ള ബസ് കയറിയിട്ട് സൂക്കേട് ഉണ്ടാക്കുന്ന ടിക്കറ്റ് എടുക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. അത് പറയാനാ ഞാനിത് പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ കരയുന്ന കുഞ്ഞുങ്ങളുള്ള ഉമ്മമാർക്ക് അല്ലെ പുറത്തേക്ക് കുട്ടീനെ എടുത്ത് നടന്നൂടെ? അല്ലേ? അതിന് പ്രശ്നമുണ്ടാ? അതിന് പ്രശ്നമില്ല. കരയുന്ന കുട്ടികളുള്ള ഉമ്മമാർക്ക് കുഞ്ഞുങ്ങളെ എടുത്ത് പുറത്ത് പോകാവുന്നതാണ്. സദസ്സിനോടുള്ള ബഹുമാനക്കേടാവില്ല അത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. പിന്നെ ആ കുഞ്ഞിൻ്റെ ഉമ്മാനെ കാണാത്ത കാര്യമൊന്നും പറയാൻ പറ്റൂല. അങ്ങനെയാണ് പിന്നെ ഞാൻ പറഞ്ഞ വെറുതെ ആവും അല്ലേ? ഒന്ന് പറഞ്ഞാലേ, ആ കുട്ടീനെ എടുത്തിട്ട് പുറത്ത് പോയാലേ, ഞാൻ സാധാരണ പറയല്ലേ, കുട്ടികളെ എടുത്തിട്ട് വോട്ട് ചെയ്യാനേ പോകാൻ പാടുള്ളൂ. ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ കുട്ടികളെ എടുത്ത് പോയാൽ വേഗം ക്യൂ നിൽക്കാണ്ട് എന്താക്കുക, വോട്ട് ചെയ്തിട്ട് വരാം. ഈ ക്ലാസ്സിന് വരുമ്പോൾ കുട്ടികളെ എടുത്ത് വന്നാൽ കുട്ടികൾക്ക് ക്ലാസ്സും രോഗവും സൂക്കേടും മരുന്നും ഡോക്ടറൊന്നും അവർക്കറിയില്ല. ഓർക്ക് കരയാൻ തോന്നിയാൽ കരയും, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇൻഷാ അല്ലാഹ്. ആ കുട്ടീൻ്റെ ഉമ്മ ഇല്ലാന്ന് തോന്നുന്നല്ലേ അവിടെ? എല്ലാം എടുത്തിട്ട് അവർ പോകുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾ അങ്ങനെ കരച്ചിൽ നിർത്താൻ പറ്റൂല. കുട്ടികളിൽ വാശിയും തർക്ക സ്വഭാവവും വരുന്നത് ദീർഘമായി കരയാൻ വിടുന്നോണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? കുട്ടികൾക്ക് പലപ്പോഴും തർക്ക സ്വഭാവം, സമരമനസ്, ഫൈറ്റിംഗ് മെന്റാലിറ്റി, ക്ലേഷിംഗ് മെന്റാലിറ്റി, തർക്ക സ്വഭാവം, ഇത് വളരുന്നതിൻ്റെ പ്രധാന കാരണം അവരെ ദീർഘമായി കരയാൻ വിടുന്നോണ്ടാണ്. കരച്ചിൽ ചെറിയ പ്രശ്നമൊന്നുമല്ല. കുറച്ച് കരയണം. ദീർഘമായി കരയാൻ വിട്ടാൽ അവരിൽ ഒരുതരം വാശി ജനിക്കും. പിന്നെ കോളേജിലും സ്കൂളിലൊന്നും പോകേണ്ട തന്നെ അവൻ വലിയ വാശിക്കാരനാവും. ചില ഉമ്മമാർ പറയുന്നില്ലേ, ഭയങ്കര വാശിയാണ് എൻ്റെ കുട്ടിക്ക്. എത്ര കുട്ടിൻ്റെ വയസ്സ്? 3 വയസ്സ്. എത്ര വയസ്സ്? 4 വയസ്സ്. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കുഞ്ഞുങ്ങൾ ദീർഘമായി കരയാൻ അനുവദിക്കരുത്. കുറച്ച് കരയണം, അത് നല്ലതാണ്. അതേസമയം ദീർഘമായി കരയുന്ന കുട്ടികൾ തീർച്ചയായും ആ കുടുംബത്തിനും ആ ഉമ്മാക്കും ആ ഉപ്പാക്കും വലിയ ഭാരമായി തീരും. ആ കുട്ടി കരഞ്ഞോണ്ട് വലിയൊരു ഇൽമ കിട്ടിയല്ലേ? അല്ലേ? അള്ളാഹു കുട്ടിക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, നല്ല ഇൽമും കൊടുക്കട്ടെ. കാരണം ചില കാര്യങ്ങളാണ് ചില ഇൽമ കിട്ടാൻ കാരണമാവുക. ഇനി വേറെ പെണ്ണുങ്ങന്മാർ കുഞ്ഞുങ്ങളെ കരയിക്കണ്ട, ദുആ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഏത്? മനസ്സിലായില്ലേ? ഇടയ്ക്ക് അങ്ങനെ ഒരു ദുആ കിട്ടും, എന്നാ പിന്നെ എൻ്റെ കുട്ടിയും കരയട്ടെ, അങ്ങനെ ദയവേത് വിചാരിച്ചേക്കരുത്. ആ കരയുന്ന കുഞ്ഞിക്ക് മുട്ടായി കൊടുത്തിട്ട് തൽക്കാലം നിർത്തുക. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രോഗം ഉണ്ടാകുന്ന വഴിയിൽ നിന്ന് മാറി നിൽക്കാത്തത് കൊണ്ടാണ് നമുക്ക് രോഗം ശിഫയാവാത്തത്. ഈ പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഈ പോയിന്റ് നോട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഓർമ്മയിൽ എപ്പോഴും നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്: എല്ലാ രോഗവും ശിഫയാവും. ഇതാരെ വാക്കാണ്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. ചരിത്രത്തിൽ രേഖയാണ്. മദീനയിൽ രോഗികളില്ല. ചരിത്രത്തിൽ രേഖയാണ്. ഇത് ഒരു മസ്ജിദ് ഇമാമിന്റെ പ്രസംഗമൊന്നുമല്ല. ലോകത്തിന് ശാസ്ത്രത്തിന്റെ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബികളിൽ നിന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ശാസ്ത്രം സയൻസ് ഒന്നും യൂറോപ്യന്മാരുടെ സംഭാവനയാണെന്ന മഹാമണ്ഡത്തരം വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ട്. യൂറോപ്യന്മാർക്ക് സയൻസ്, ശാസ്ത്രം, അന്വേഷണം എന്ന ഒരു സംവിധാനത്തിലേക്ക് പ്രചോദനമായത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിലെ സ്വഹാബി വര്യന്മാരുടെ ഹദീസ് പരമായ വിഷയത്തിലെ ചർച്ചകളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സയൻസ് എന്ന് കേൾക്കുമ്പോഴേക്കും പടിഞ്ഞാറോട്ടാ നോക്കുക. അങ്ങനെയല്ലേ?
സയൻസ് സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ധാരണ, നമ്മുടെയൊക്കെ ഒരു വിശ്വാസം, അത് യൂറോപ്പിൻ്റെത്. നമ്മളത് മതം, ഇസ്ലാം, ഖബർ, അടി കുത്ത്, ഇത് മാത്രം ഇങ്ങനെ ഓത്ത് ബൈത്ത് ചൊല്ലല്. നമുക്ക് സയൻസ് ഉണ്ടോ? എന്ത് സയൻസ്? അതങ്ങനെ സയൻസ് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യ ജീവിതത്തിന് വിജയകരമായ വഴി നൽകിയെടുത്ത് ഏറ്റവും ആരോഗ്യകരമായ സയൻസിനെ സമർപ്പിച്ചിട്ടുണ്ട്. ഇമാം സക്കരിയ റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ അങ്ങനെ ഉണ്ടായ സയന്റിസ്റ്റാണ്. മനസ്സിലാക്കണം. ഇബ്നു സീന റഹ്മത്തുള്ളാഹി തങ്ങൾ ആ വഴിയിലുണ്ടായ ശാസ്ത്രജ്ഞനാണ്. അപ്പൊ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. രോഗമുണ്ടാകുന്ന വഴികളിൽ നിന്ന് വിട്ടുനിൽക്കാത്തോണ്ടാണ് സൂക്കേട് നമ്മെ വിട്ടുപോവാത്തത്. അപ്പൊ ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രോഗമുണ്ടാകുന്ന വഴികൾ എന്തൊക്കെയായിരിക്കും? അപ്പൊ അത് മനസ്സിലാവണ്ടേ? അത് മനസ്സിലാവാതെ പിന്നെ രോഗം ഉണ്ടാകുന്ന വഴിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ വളരെ കുറച്ച് അത്തരം ചില ചർച്ചകൾ ഞാൻ പറയാം. രോഗം വരാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗത്തിന് പൊതുവെ പറയുന്ന ഒരു പേരാണ് പ്രതിരോധ മാർഗം, അല്ലേ? പ്രതിരോധ മാർഗം സ്വീകരിക്കണം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ്. ഈ നോട്ടാണ് നമ്മൾ ആരും നോക്കാത്തത്. ഏത് നോട്ടം? രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നമ്മൾ സൂക്ഷിക്കലാണ്. ഇവിടെയാണ് നമ്മൾ തോറ്റുപോയത്. രോഗം വന്നാൽ പോലും ഈ കാര്യം നമ്മൾ ചെയ്യില്ല. ഇസ്ലാമിക വീക്ഷണപ്രകാരം, ഖുർആനിക ശാസ്ത്രപ്രകാരം നമ്മളത് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതിരോധം. പ്രതിരോധം എന്ന് പറയുമ്പോൾ പ്രതിരോധത്തിന്റെ പ്രാർത്ഥനയുണ്ട്, പ്രതിരോധത്തിന്റെ പ്രവർത്തനങ്ങളുണ്ട്. പ്രതിരോധത്തിനാവശ്യമായ പ്രാർത്ഥന ഉണ്ട്, അത് മാറ്റി നിർത്താൻ പറ്റൂല. പ്രതിരോധത്തിനാവശ്യമായ പ്രാർത്ഥന ഉണ്ട്, പ്രതിരോധത്തിനാവശ്യമായ പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? രോഗം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധത്തിന്റെ പ്രാർത്ഥന. മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ഇത് മനസ്സിലാവുന്നുണ്ടോ? രോഗം നിങ്ങളുടെ ശരീരത്തിൽ വരാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധത്തിന്റെ പ്രാർത്ഥന. പ്രാർത്ഥിച്ചിട്ട് രോഗത്തെ ഇല്ലാണ്ടാക്കൽന്ന്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇതെന്താ പരിപാടി? സുബഹിന്റെ തുടക്കത്തിലും മഗ്രിബിന്റെ സമയത്തും 3 തവണ വീതം ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? നമ്മളെ ചോദ്യം അതാണ്. ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലണമെന്ന് എന്തിനാണ് പറഞ്ഞത്? ഇപ്പൊ മഗ്രിബ് എടുക്കുക. ഇപ്പൊ രാത്രിയാണല്ലോ, നമുക്ക് മഗ്രിബ് എടുക്കാം. മഗ്രിബിന്റെ സമയത്ത് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി എന്തിനാണ് ചൊല്ലാൻ പറഞ്ഞത്? അതിന്റെ ഒരു ഉത്തരമാണ് അല്ലാഹുമ്മ ഹഫ്ളനാ ഫീ ളുലുമത്തിൽ ലൈൽ. ഒരു ഉത്തരം, അല്ലാഹുമ്മ ഹഫ്ളനാ ഫീ ളുലുമത്തിൽ ലൈൽ. രാത്രിയുടെ ഇരുട്ടിൽ എന്താ പ്രശ്നം വരാനുള്ളത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇവിടെ ശ്രദ്ധിച്ചിട്ട് ചിന്തിക്കുന്നില്ലേ? ളുലുമത്തിൽ ലൈൽ, രാത്രിയുടെ ഇരുട്ടിൽ എന്ത് പ്രശ്നമാണ് മനുഷ്യന് വരാനുള്ളത്? രാത്രിയുടെ ഇരുട്ടിൽ എന്തു പ്രശ്നമാണ് മനുഷ്യന് വരാനുള്ളത്? അല്ലാഹുമ്മ ഹഫ്ളനാ ഫീ ളുലുമത്തിൽ ലൈലി കമാ ഹഫൾതനാ ഫീ ലൗഇൻ നഹാർ. പകലിന്റെ വെളിച്ചത്തിലും എന്തോ പ്രശ്നം വരാനുണ്ട്. പകലിന്റെ വെളിച്ചത്തിലും എന്തോ പ്രശ്നമുണ്ടല്ലോ. പക്ഷെ നീ കാത്തിട്ടുണ്ട്. കമാ ഹഫൾതനാ ഫീ ലൗഇൻ നഹാർ, നീ കാത്തിട്ടുണ്ട്. നീ പകലിന്റെ വെളിച്ചത്തിൽ വരാൻ സാധ്യതയുള്ള രോഗത്തിൽ നിന്ന് എന്നെ കാത്തിട്ടുണ്ട്, പ്രയാസത്തിൽ നിന്ന് എന്നെ കാത്തിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് മുമ്പ് കൊള്ളുന്ന വെയില് ശരീരത്തിന് ഗുണമാണെങ്കിൽ 8 മണിക്ക് ശേഷം കൊള്ളുന്ന വെയില് അതിന്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് രോഗമുണ്ടാക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഉണ്ടോ? ഉച്ചക്ക് 12 മണിക്കത്തെ വെയിലും സൂര്യൻ്റെതാണ്, രാവിലെ 7 മണിക്കത്തെ വെയിലും സൂര്യൻ്റെതാണ്. ആണോ? അല്ലേ? പക്ഷേ 12 മണിക്കത്തെ വെയില് അങ്ങനെ അങ്ങോട്ട് നിന്നിട്ട് കൊള്ളല് രോഗമാണ്. എന്നാലോ ഒരു പകലിന്റെയും ഒരു രാത്രിയുടെയും ആരോഗ്യം ഓരോ ദിവസവും ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് രാവിലെ ഒരു 6 മണിക്ക് ശേഷം
സൂര്യൻ ഉദിച്ചുയർന്ന ഉടനെ ഒരു 10 മിനിറ്റ് നേരം വെയിൽ കൊണ്ടില്ലെങ്കിലും നിങ്ങൾ രോഗിയാവും. ഇത് മനസ്സിലാക്കണം, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുമ്മ ഹ്ഫദ്നാ ഫീ ളുലുമത്തിൽ ലൈലി, രാത്രിയുടെ ഇരുട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഒരുപാടുണ്ട്. കാരണം മനുഷ്യൻ ഉറക്കിലാകും. ചില പ്രത്യേക ജീവജാലങ്ങൾ സജീവമാകും. ഇരുട്ടിൽ മാത്രം സജീവമാകുന്ന ജീവജാലങ്ങളുണ്ട്. അത് കാണാൻ കഴിയില്ല, മൈക്രോസ്കോപ്പ് മൈനോറിറ്റിയിലാണ് അത് നിൽക്കുന്നത്. അത്രയും അതിസൂക്ഷ്മ നമ്മുടെ നേത്ര പടലങ്ങൾക്ക്, നമ്മുടെ കണ്ണുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത അത്രയും സൂക്ഷ്മ ജീവജാലങ്ങളുണ്ട്. ഉറക്കിൽ നമുക്കിതിനെ, പകലാണ് ഒരു കൊതുക് വരുന്നതെങ്കിൽ, ഒരു പ്രാണി വരുന്നെങ്കിൽ തട്ടിക്കളയാലോ. ഉറക്കിലാണെങ്കിലോ കഴിയില്ല. അപ്പൊ പ്രതിരോധത്തിന് പ്രാർത്ഥനയുണ്ട്. പക്ഷെ നമ്മളത് നിർവഹിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞ ഇനി നിങ്ങൾ എതിർക്കൂല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, ഞങ്ങൾ ഇതൊന്നും ചെയ്യാറൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വിറ്റാമിൻ ഗുളിക കഴിച്ചിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ആക്കാതെ വിചാരിക്കുകയാണ്. വിറ്റാമിൻ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഓന്റെ കുടുംബക്കാർ രക്ഷപ്പെട്ട, ആരെ മരുന്ന് കമ്പനിക്കാരുടെ കുടുംബക്കാർ നല്ല ലാവിഷായി ജീവിക്കുന്നുണ്ട്. പ്രതിരോധത്തിന് പ്രാർത്ഥന വേണം. എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അള്ളാഹു ആദ്യം തന്നെ അൽഹംദുലില്ലാ പറയിപ്പിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കേ. ആദം നബി അലൈഹിസ്സലാം ആദ്യമായി പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാ ആണോ അല്ലേ? അതിലും തർക്കമില്ല, ആണ്. എന്തിനാണത് പറഞ്ഞത്? ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു ശരീരം പടച്ചു, ജീവൻ നൽകി, ഇനി ജീവിക്കണം. ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില സംവിധാനങ്ങളെ ഉണർത്തുന്നതിന്റെ ഭാഗമായി തുമ്മലുണ്ടായി. ശരീരത്തിൽ ചില സംവിധാനങ്ങൾ ഉണർത്തുന്നതിന്റെ ഭാഗമായി തുമ്മലുണ്ടായി. തുമ്മിക്കഴിഞ്ഞ ഉടനെ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം അള്ളാഹു അൽഹംദുലില്ലാ പറയിപ്പിച്ചു. എല്ലാ ഉണർവിന്റെയും, ഓരോ ദിവസത്തിന്റെയും ഉണർവിന്റെ തുടക്കത്തിൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലാൻ. നമ്മൾ ചൊല്ലിയില്ല. എന്നിട്ട് രാവിലെ ഒരു നടത്തം, എന്നിട്ട് വല്ലതും കുറഞ്ഞില്ല. നമുക്ക് കുറയില്ല. നമുക്ക് ചില രോഗങ്ങൾ നടത്തം കൊണ്ട് മാത്രം കുറയില്ല. തിബ്ബുൽ മാഷി, നടത്തം ഏറ്റവും വലിയ ചികിത്സയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, നടത്തം വലിയ ചികിത്സയാണ്. പ്രമേഹ രോഗികൾക്ക്, ഹൃദ്രോഗികൾക്ക് വളരെ നല്ല ചികിത്സയാണ് നടത്തം, സംശയം വേണ്ട. പക്ഷേ നിങ്ങൾ സത്യവിശ്വാസിയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രമാണ് ജീവിത വിജയമെന്ന് നിങ്ങൾ കടുംപിടുത്തം പിടിക്കുന്നവരാണെങ്കിൽ, അൽഹംദുലില്ലാ ചൊല്ലാതെ അന്നത്തെ ദിവസത്തെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ പല അവയവങ്ങൾക്കും ശരിയായി നിർവഹിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്നത്തെ ദിവസത്തെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസ് ആയാലും എക്സ്റ്റേണൽ ആയാലും ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങൾക്ക് ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കാനും അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാനും കഴിയുന്നതിന് സഹായകമായ പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി. ജീവന്റെ ശക്തിയാണ് ആരോഗ്യം. ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് നിങ്ങൾ രോഗിയായത്. ജീവന്റെ ശക്തി നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ പ്രതിരോധത്തിന്റെ ദുആ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി എന്നതാണ്. ലോകത്തെ വിസ്മയിപ്പിച്ച വൈദ്യശാസ്ത്ര പണ്ഡിതൻ ഡോക്ടർ സാമുവൽ ഹാനിമാൻ വൈറ്റൽ ഫോഴ്സ് തിയറി എന്നൊരു സിദ്ധാന്തം മെഡിക്കൽ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ജീവശക്തി, വൈറ്റൽ ഫോഴ്സ്, ജീവന്റെ ശക്തിയാണ് ആരോഗ്യം എന്ന്. ഇതാണ് നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. നിങ്ങളുടെ ശരീരത്തിൽ നിക്ഷേപിതമായ ജീവന്റെ ശക്തിയാണ് നിങ്ങളുടെ ഹെൽത്ത്. മനസ്സിലാവുന്നില്ല അല്ലേ? മനസ്സിലാവാണ്ടുണ്ടോ? നിങ്ങളിൽ അള്ളാഹു റൂഹ് നിക്ഷേപിച്ചു. റൂഹ്
ഈ റൂഹിൽ നിന്നും ഒരു ഗുണമുണ്ടായി, ഹയാത്ത്, ജീവൻ. ആ ജീവന്റെ ഗുണത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ തീരെ പരിഗണിക്കാത്തതും ഈ ജീവനെയാണ്. ജീവൻ പോയാൽ ജലീൽ ദാരിമി ഇവിടെ പ്രസംഗിക്കില്ല. ജീവൻ പോയാൽ എൻ്റെ രൂപമുണ്ട്, എൻ്റെ ഫിഗറുണ്ട്, ഇല്ലേ? ജീവൻ പോയാലും എൻ്റെ ഫിഗറില്ലേ? പക്ഷേ എനിക്ക് ചലിക്കാൻ പറ്റൂല, ഇളകാൻ പറ്റൂല, ഒന്നും ചെയ്യാനൊക്കില്ല. നിങ്ങൾ ജീവിതത്തിൽ, നിങ്ങൾ ഈ ആയുസ്സിന്റെ ഇത്രയും കാലത്തിനിടയിൽ തീരെ പരിഗണിക്കാതെ പോയത് ഈ ജീവനെയാണ്. ജീവശക്തി, അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി, അഹ്യാനി, എന്നെ ജീവിപ്പിച്ചവൻ, ജീവൻ കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തിയവൻ. ചില അവയവങ്ങളുടെ മരണമാ രോഗം. മനസ്സിലായിട്ടില്ല? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് എന്ന അവയവത്തിന്റെ ചില ഭാഗങ്ങൾ പതുക്കെ പതുക്കെ ഡെഡാവുന്നത് കൊണ്ടാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരിയായി നടക്കാത്തത്. അല്ലാണ്ട് പാൻക്രിയാസ് എന്ന അവയവം അവിടെ തീരെ ഇല്ലാണ്ടാവുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണേ, വിഷയം മനസ്സിലാക്കണം സഹോദരന്മാരെ. പാൻക്രിയാസ് എന്ന അവയവം തന്നെ അവിടുന്ന് നശിക്കുന്നില്ല, അതിന്റെ സെല്ലുകൾ. ഇതെന്താ മനസ്സിലാക്കിയാൽ? അപ്പൊ പാൻക്രിയാസ് എന്ന അവയവത്തിന് പ്രവർത്തിക്കാനുള്ള ഗുണത്തിൽ ചിലതേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ കഴിയും. എന്തു വേണം? ജീവനെ ബലപ്പെടുത്തണം, ജീവനെ ശക്തിപ്പെടുത്തണം. ജീവനെ ബലപ്പെടുത്താനുള്ള ഹിക്മത്തുകൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഭൗതികമായ വഴികളിലൂടെ ഇന്ന് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കണ്ട. ആവർത്തിക്കാം ഞാൻ ആ വാക്ക്. നിങ്ങൾക്ക് പരിചയമുള്ള, ആവർത്തിക്കാണ്, നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഭൗതികമായ വഴികളിലൂടെ നിങ്ങൾ അകപ്പെട്ടു പോയ ശാരീരിക പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വ്യാമോഹമാണത്. മനസ്സിലായിട്ടില്ല? മനസ്സിലായിട്ടില്ല? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? നിങ്ങൾ പറയുന്നത് വലിയ ഹോസ്പിറ്റലാണ് ഞാൻ ചികിത്സിക്കുന്നത്, സൂക്കേട് മാറുന്നില്ല. അപ്പൊ ഹോസ്പിറ്റലിന്റെ സ്ക്വയർ ഫീറ്റ് അല്ല രോഗം മാറ്റുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഹോസ്പിറ്റലിന്റെ സ്ക്വയർ ഫീറ്റ് അല്ല സൂക്കേട് മാറ്റുന്നത്, ഡോക്ടറുടെ ബിരുദാനന്തര ബിരുദം അല്ല സൂക്കേട് മാറ്റുന്നത്. മറ്റെന്തോ ആണ്, മറ്റെന്തോ ആണ്. അതെന്താണെന്നാ കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ പറയും 20 കൊല്ലയിൽ ആ ഡോക്ടറുടെ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്, അപ്പം പിന്നെ എന്തിനാ മരുന്ന് കുടിച്ച്? എന്റെ സ്വാഭാവികമായ ചോദ്യമാണ്, 20 കൊല്ലമായില്ലേ നിങ്ങൾ സൂക്കേടിന് മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്? പലരും രോഗം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു രോഗം ഉണ്ടായില്ല, ഇപ്പം 4 5 ആയി. നിഷേധിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? നിങ്ങൾ ആ ഹോസ്പിറ്റലിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ആടെ ഫസ്റ്റ് പോകുമ്പോൾ എത്ര രോഗം ഉണ്ടായിന്? 1. പലർക്കും 1. ശരിയാവുന്നില്ല അല്ലേ പറയുന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് പോകുമ്പോൾ എത്ര സൂക്കേട് ഉണ്ടായത്? 1 തന്നെ. 1 തന്നെയാ തുടക്കം, എല്ലാത്തിൻ്റെയും തുടക്കം തന്നെ. ഇപ്പൊ ഇന്ന് എത്രയായി? ഇതെന്തൊരു സംഭവമാണ്. മുമ്പ് പ്രൊഫസർ ജെയിംസ് എന്ന് പറഞ്ഞിട്ട് അലോപ്പതി മെഡിക്കൽ രംഗത്തെ വലിയൊരു സംഭവമാണ് പ്രൊഫസർ ജെയിംസ്. അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ സ്ഥിരമായി ഒരേ രോഗത്തിനൊരു ഡോക്ടറെ കണ്ടാൽ ഒരു 5 കൊല്ലം കാണേണ്ടി വന്ന അയാൾ ഒരു 20 രോഗമെങ്കിലും നിങ്ങൾക്ക് തരുന്നു. ആര്? നിങ്ങൾക്ക് പേടിയുണ്ടല്ലോ ഇതെല്ലാം പറയാൻ. നാളത്തേക്ക് ടോക്കൺ എടുത്ത് വെച്ച് നിൽക്കല്ലേ. ഇനിയിപ്പോ ഇതും പറഞ്ഞിട്ട് എങ്ങനെയാ പോവാ? പക്ഷെ ഡോക്ടറെ ഞാൻ കുറ്റം പറയില്ല, അവര് പരമാവധി അധ്വാനിക്കുന്നവരാണ്. നിങ്ങൾ ചുളുവിൽ കാര്യം നേടാന്ന് വിചാരിക്കുന്നവരാണ്. നിങ്ങൾ പൊതുജനങ്ങൾക്കൊരു ധാരണയുണ്ട്, ചുളുവിൽ അങ്ങോട്ട് കാര്യം നേടാം. ഇത് ഇൻസുലിൻ അങ്ങനെ കുത്തിവെച്ചതിന്റെ പേരിൽ പിന്നെ ഇയാൾക്ക് പ്രമേഹം ഉണ്ടാവില്ല എന്നാ വിചാരം. അങ്ങനെ പുതിയ രോഗം ഉണ്ടാവും. ഡയബറ്റിക് റെറ്റിനോപ്പതിയോ ഡയബറ്റിക് ഫൂട്ടോപ്പതിയോ ഡയബറ്റിക് നെഫ്രോളജിയോ അങ്ങനെ പുതിയ രോഗം നിങ്ങൾക്കുണ്ടാവും. തുടക്കം ഒരു പ്രമേഹമായിരുന്നു, പിന്നെ കണ്ണിന് പിടിച്ച്, കാലിന് പിടിച്ച്, ലിവറിന് പിടിച്ച്, എണ്ണിക്കോ. നിസ്സാരകാര്യമാണോ ഇത്? നിങ്ങളിത് ചിന്തിക്കുന്നില്ലേ പ്രിയപ്പെട്ട മോമിനിങ്ങളെ? ഇത് നിസ്സാര കാര്യമാണോ? നിങ്ങൾക്ക് ആരംഭത്തിൽ ഒരു രോഗമായിരുന്നു, ഡോക്ടറെ മുടങ്ങിയിട്ടില്ല,
ചില ആളൊക്കെ കാണിക്കാൻ പോയി വലിയ കെട്ടുകൊണ്ടിരും, പഴയ റേഷൻ കടയിലെ പുസ്തകം പോലെ, അത്രയും പഴക്കമുള്ളൊക്കെ ഉണ്ടാവും. ഒരു കഥയില്ലാണ്ട് നിങ്ങൾ ഈ സൂക്ഷിക്കുന്ന പേപ്പർ കത്തിച്ചാൽ തന്നെ ഒരു 80% സൂക്കേടും പലർക്കും പോകും. മനസ്സിലായിട്ടില്ല? എത്ര കൊല്ലം മുമ്പത്തെ മരുന്നിന്റെ ബില്ലാണ് നിങ്ങൾ ആ മരുന്ന് തന്നെ കമ്പനി നിരോധിച്ചു. ഏത് മരുന്ന് കമ്പനി നിരോധിച്ചിട്ട് 2 കൊല്ലോ 3 കൊല്ലമായി. ഇന്ത്യൻ ഡ്രഗ് കൺട്രോൾ ബോർഡ് എത്ര മരുന്ന് നിരോധിച്ചു നിങ്ങളെ വിചാരം? ഒന്നും മൂപ്പറ അറിയില്ല. മൂപ്പറ പഴയ മരുന്നിന്റെ ബില്ല് നല്ല പ്ലാസ്റ്റിക്കിന്റെ കവറിലിട്ടിട്ട് സൂക്ഷിച്ചു വെക്കാണ്, കാരണം കേട് വരാതിരിക്കാൻ. പുള്ളറങ്ങാൻ തൊട്ടാൽ, കുട്ടികളങ്ങാൻ തൊട്ടാൽ അതിന്റെ പേരിൽ കലഹം നടക്കും. മൂപ്പറ വിചാരം ഈ മരുന്നിന്റെ കടലാസ് എന്തോ വലിയ സംഭവമാണ്. അങ്ങനൊക്കെ അന്ധവിശ്വാസമുള്ളവരുണ്ട്. ആ പേപ്പർ കത്തിച്ചാൽ തന്നെ ഒരു 80% സൂക്കേട് പോകുന്ന എൻ്റെ അഭിപ്രായം. നിങ്ങൾ വീട്ടിൽ പോയി നോക്കി, ഇന്ന് പല രോഗികളുടെയും ഫയലുകളുടെ കൂട്ടത്തിൽ എത്ര കൊല്ലം മുമ്പ് വരെ കാണിച്ച മരുന്നുകളുടെ. പിന്നെ ചില ഉപകാരം ഡോക്ടർമാർക്കുണ്ട്. ഇയാൾ എന്തെല്ലാം ഇടങ്ങേറ് പിടിച്ച സാധനം ഉള്ളിലേക്ക് എത്തിച്ചെന്നുള്ളത് പഠിക്കാൻ പറ്റും. കൊല്ലങ്ങളായിട്ട് എന്തൊക്കെ ഇടങ്ങേറ് പിടിച്ച മരുന്നാണ് ഉള്ളിലേക്ക് എത്തിച്ചത്, ഏതൊക്കെ അവയവാണ് അമ്പകയിൽ കരിഞ്ഞു പോയതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ, തുടക്കത്തിൽ ഒരു രോഗം, ഇപ്പം പല രോഗം. ആശുപത്രി പോകുമ്പോൾ ഒറ്റ സൂക്കേടേ ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കും. കാരണം മരുന്നുകൊണ്ടൊന്നും, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പരിചയമുള്ള ഭൗതികമായ എന്തെങ്കിലും വഴിയിലൂടെ നിങ്ങൾ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കേണ്ട. 20-30 കൊല്ലമായിട്ട് നിങ്ങൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ കറക്റ്റാണ്, വിത്ത് എവിഡൻസ്. എൻ്റെ അടുത്ത് പ്രൂഫുണ്ട്. ഞാൻ കൃത്യമായതാണ് പറയുന്നത്. പകരം നമ്മുടെ മുമ്പിൽ വളരെ ലളിതമായ, വളരെ എളുപ്പമുള്ള, സത്യസന്ധമായ ഒരു വഴിയുണ്ട്. അലൈക്കും ഷിഫായിൻ. രോഗം വന്നാൽ നിങ്ങൾ അങ്ങനെ ബേജാറായി നിൽക്കേണ്ട. അലൈക്കും ഷിഫായിൻ. രോഗം മാറാൻ 2 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സയ്യിദുനാ മുഹമ്മദ് റസൂൽ. ചികിത്സിക്കണ്ട എന്നൊന്നും ഇസ്ലാമിന് വാദമില്ല. ചികിത്സിക്കണം. നല്ല കഴിവുള്ള ഡോക്ടറെ കാണിക്കണം. നല്ല കഴിവുള്ള ഡോക്ടറെ കാണിക്കണം. നീതിമാനായ ഡോക്ടറെ കാണിക്കണം. മനുഷ്യത്തുള്ള ഡോക്ടറെ കണ്ടെത്തി അവരെ കാണിക്കണം. അത് ഉപേക്ഷിക്കാൻ പാടില്ല. നിങ്ങളുടെ രോഗം ശിഫയാവാൻ 2 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ഒന്ന് പറഞ്ഞത് അൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണ്. ഡോക്ടർ CK രാമചന്ദ്രൻ എന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ ഡോക്ടർ CK രാമചന്ദ്രൻ എന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞത്, രോഗം അതിൻ്റെ ഏറ്റവും വലിയ മൂർധന്യതയിലാണ്. രോഗാതുരത കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇനി വല്ല വഴിയുണ്ടെങ്കിൽ ഞാൻ നിസ്സംശയം പറയും, കോഴിക്കോട് അങ്ങാടിയിൽ പറഞ്ഞ വാക്കാണ്, അത് ഖുർആൻ മാത്രമാണ് ഇനി വരും കാലത്ത് രോഗപരിഹാരത്തിന്റെ മാർഗമെന്ന് ഡോക്ടർ CK രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എഴുതിയ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി എന്നൊരു ലഘുകൃതി എൻ്റെ കയ്യിലുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന്റെ പ്രാധാന്യം. ആയുർവേദത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനാണ് ഡോക്ടർ CK രാമചന്ദ്രൻ. ഡോക്ടർ CKR എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. ആയുർവേദത്തിൽ അപാര പാണ്ഡിത്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ മഹാപ്രതിഭയാണ് ഡോക്ടർ CK രാമചന്ദ്രൻ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ കരൾ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് ആര്? ഡോക്ടർ CK രാമചന്ദ്രൻ. ഇസ്ലാമിനെ അറിയുന്ന, ഖുർആനിനെ അറിയുന്ന, ഹദീസിനെ അറിയുന്ന, ഇസ്ലാമിക ചരിത്രത്തിലെ നാഗരികതയുടെ വിജയ കഥകൾ അറിയുന്ന, സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിലെ 100 ബെഡുള്ള നൂരിയ ഹോസ്പിറ്റലിന്റെ ചരിത്രം കേരളീയർക്ക് പറഞ്ഞുകൊടുത്ത മഹാപ്രതിഭയാണ് ആര്? ഡോക്ടർ CK രാമചന്ദ്രൻ. നമുക്കതൊന്നും അറിയില്ല. അങ്ങനെ ഒരു പ്രതിഭയാ പറഞ്ഞത്, ഇനി ഖുർആനാണ് പരിഹാരം. നിസ്സാര വാക്കാണോ? എഡ്വേർഡ് ജി ബോൺ എന്ന് പറയുന്നത് ക്രിസ്തീയ സഹോദരനാണ്, വൈദ്യശാസ്ത്ര പണ്ഡിതനാണ്, വൈദ്യശാസ്ത്രത്തിന്റെ ഹിസ്റ്ററി അറിയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഇനി പരിഹാരം ഖുർആനാണ്. ഖുർആൻ ഓതി കുത്തിരിക്കാന്നല്ല അതിന്റെ അർത്ഥം. ഖുർആനിൽ പറഞ്ഞ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് വാഷിംഗ്ടൺ പ്രസംഗത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ പറഞ്ഞ പോലെ തന്നെ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ തന്റെ വാഷിംഗ്ടൺ പ്രസംഗത്തിലും പറഞ്ഞത് ഖുർആനാണ് ഇനി വൈദ്യശാസ്ത്രത്തിൽ പ്രതീക്ഷ. പക്ഷെ നമ്മൾ സമ്മതിക്കൂല. ഈ ഇരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, ഈ ഇരിക്കുന്ന നിങ്ങളും ഈ ഇരിക്കുന്ന ഇവരൊന്നും സമ്മതിക്കൂല. നിങ്ങളെല്ലാം ഞാൻ പ്രതികളാക്കുകയാണ്. ബഹുമാനിക്കാനൊന്നും തൽക്കാലം തരവില്ല. നിങ്ങളെ ബഹുമാനിച്ചോളി.
ഞാൻ അക്കൂട്ടത്തിലൊന്നല്ല കേട്ടോ. നിങ്ങൾ ഖുർആൻ ഉയർത്തിപ്പിടിക്കോ, ഞാൻ ബഹുമാനിക്കും. നിങ്ങളിത് താഴ്ത്തി പിടിച്ചിട്ട് മറ്റേന്റെ വേക്കല, നിങ്ങൾ പോയി പണി നോക്കിയെന്ന് പറയും. കാരണം നിങ്ങൾ അതിന് പറ്റൂല. നിങ്ങൾക്ക് ബഹുമാനത്തിന് അർഹതയില്ല. ഇസ്സത്ത് വലില്ലാഹിൽ ഇസ്സത്തു വലിർറസൂലി വലിൽ മുഅ്മിനീൻ. ഈ കൂട്ടർക്കേ ബഹുമാനമുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗം തുടങ്ങിയത്. നിങ്ങൾക്ക് വേറൊന്നും തോന്നണ്ട, സബീലായിട്ടൊന്നല്ല. അള്ളാഹു എല്ലാവരെയും ഇസ്സത്തിലാക്കി തരട്ടെ. എനിക്കതാ ആഗ്രഹം. ഇരിക്കുന്ന എല്ലാവരും ഇസ്സത്തിലാകണം, ഇരിക്കുന്ന എല്ലാവരും ബഹുമാനികളാവണം, ഇരിക്കുന്ന എല്ലാവരും ആദരണീയരാവണം. അള്ളാഹു അങ്ങനെ ഒരു പ്രതാപം ഈ ഉമ്മത്തിന് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ രോഗം ഉണ്ടാവുന്ന വഴികളിൽ നിന്നും, രോഗം വളരുന്ന വഴികളിൽ നിന്നും, രോഗം ശക്തിപ്പെടുന്ന വഴികളിൽ നിന്നും വിട്ടുനിൽക്കാത്തതുകൊണ്ടാണ് കൊല്ലങ്ങളായിട്ടും നമുക്ക് സൂക്കേട് മാറാതിരുന്നത്. പക്ഷെ അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു സർവ്വരോഗത്തിനും ശിഫയുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. അള്ളാന്റെ കലാം. ഇത് ജലീൽ ദാരിമി അറബിയിൽ പ്രാസോപ്പിച്ച് പറഞ്ഞൊരു വാക്കല്ല. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആനിലെ സൽമാനുൽ ഫാരിസി റഹ്മഹുല്ലാഹ് തങ്ങൾ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കുന്നതിനിടയിൽ രോഗം മാറാൻ സഹായിക്കുന്ന ആയത്ത് ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓതിയ ആയത്താണിത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഫമാ അതാകുമുർ റസൂലു ഫഖുദുഹു. പിടിക്കലേ നിർവാഹുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ദൂതൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ പിടിച്ചോളി, നിങ്ങൾ ജയിക്കും. അള്ളാഹു വിശാലമാക്കി തരട്ടെ നമ്മുടെ കാര്യങ്ങൾ. ഖുർആൻ ശിഫയാണ്. അതൊരു ഇസ്ലാമിക പ്രഭാഷകന്റെ അഭിപ്രായമൊന്നുമല്ല, ഒരു മുസ്ലിം പ്രഭാഷകന്റെ അഭിപ്രായമല്ല. മുസ്ലിങ്ങൾക്ക് എന്തിനാണ് യോഗ എന്ന് ചോദിച്ചത് സ്വാമി നിത്യ ചൈതന്യ യതി എന്ന ഗുരുവാണ്. ചില ആളുണ്ട് ഇപ്പൊ യോഗ എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് അതിന്റെ ബേക്കലോടുന്നു. യോഗ എന്നെല്ലാം വിചാരിച്ച എന്തോ മഹാസംഭവമാണ്. സംഭവം തന്നെയാണ്. ഒരു സംസ്കാരത്തിന്റെ, ഭാരതീയ സന്യാസി മഹർഷിമാരുടെ, പതഞ്ജലി മഹർഷിയുടെ ശിഷ്യഗണങ്ങൾക്കുള്ള ആചാരങ്ങൾ ക്രമപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സന്യാസ ജീവിതത്തിന്റെ ഇപ്പം ദർസിൽ താമസിച്ച് മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദ് ചിട്ട പഠിപ്പിക്കുന്നത് പോലെ, ദർസിൽ താമസിച്ച് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദ് തർബിയത്ത് കൊടുക്കുന്നതിന്റെ ഭാഗമായി ചിട്ട പഠിപ്പിക്കുന്നത് പോലെ താപസ ജീവിതം, തപസ് ചെയ്തിട്ടുള്ള ജീവിതത്തിന്റെ ചിട്ട പഠിപ്പിക്കാൻ വേണ്ടി മഹർഷി വര്യന്മാര് രൂപപ്പെടുത്തിയതാണ് യോഗ. ഈ അടുത്ത കാലത്ത് ആയുർവേദത്തിന്റെ ഭാഗമായി ഹഠയോഗ എന്ന പേരിൽ ചികിത്സയിലേക്ക് അതിനെ മിക്സ് ചെയ്തു എന്നല്ലാതെ യോഗ ഒരു ചികിത്സാക്രമമല്ല. എന്നാൽ ശരിയായ യോഗ അറിയുന്ന ഒരു ഗുരുവിൽ നിന്ന് ചില ലളിതമായ യോഗക്രമങ്ങൾ, വളരെ ലളിതമായ ചില യോഗക്രമങ്ങൾ അതിസമർത്ഥനായ ശരീരശാസ്ത്രം അറിയുന്ന ഒരു വൈദ്യ പണ്ഡിതൻ നിർദ്ദേശിച്ചാൽ ചെയ്യുന്നതിന് എതിരൊന്നുമല്ല. പക്ഷേ ശരിയായ യോഗ പരിശീലനം മതത്തിന് ചേരാത്തതാണ്. കാരണം പതഞ്ജലി മഹർഷി എന്ന മഹാഗുരുവര്യൻ സ്ഥാപിച്ച യോഗ തൗഹീദിന് നിരക്കാത്തതാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. തൗഹീദിന് നിരക്കാത്തതാണ്. അപ്പോ രോഗം ശരീരത്തിൽ വരാതിരിക്കാൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ബുദ്ധി. പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാം സ്ഥാനത്ത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ ഒന്നാം സ്ഥാനം ഖുർആനിലെ പ്രാർത്ഥനക്കാണ്. പ്രാർത്ഥനയിലെ ഒന്നാം സ്ഥാനം ഖുർആനിലെ പ്രാർത്ഥനക്കാണ്. അയ്യുദ്ദുആഇ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ്? അൽഹംദുലില്ലാ എന്നതാണ്. അപ്പം മഈശത്തിന് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, അധ്വാനിക്കാൻ വേണ്ടി, അടുക്കള ജോലി ചെയ്യാൻ വേണ്ടി ഒക്കെ ഉണർന്നെഴുന്നേറ്റ മനുഷ്യന് അതിനുള്ള കുവ്വത്തും സിഹത്തും നശാത്തും വേണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മനുഷ്യൻ, നിങ്ങൾ ശ്രദ്ധിച്ചോളി, രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മനുഷ്യന് ജോലി ചെയ്യാൻ, പഠിക്കാൻ, യാത്ര ചെയ്യാൻ, അടുക്കള ജോലി ചെയ്യാൻ, വെറുതെ ഇരിക്കാനും എന്ത് വേണം? ഇനി വെറുതെ ഇരിക്കുകയാണെങ്കിൽ അതിനും എന്ത് വേണം? നശാത്ത് വേണ്ടേ? അല്ലെ മൂഡ് ഓഫ് ആയി പോലെ. അപ്പൊ വെറുതെ ഇരിക്കുകയാണെങ്കിലും സിഹത്ത് വേണം. സിഹത്ത്, ഖുവ്വത്ത്, നശാത്ത്, അതായത് ആരോഗ്യം, ശക്തി, ഉന്മേഷം. ഞാനിതിങ്ങനെ അറബി പറയുന്നിട്ട് നിങ്ങൾ എന്തോ സംഭവം വിചാരിക്കണ്ട. ആരോഗ്യം,
ശക്തി, ഉന്മേഷം. ശക്തി എന്നതിന് രോഗം വരാതിരിക്കാനുള്ള, ഇനി അഥവാ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ തന്നെ അതിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കാനുള്ള ശക്തി. നഫ്സി ഫിൽ ഖവിയ്യ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ റസൂലെ രോഗം വന്ന് സൂക്കേട് പിടിച്ചിട്ട് പള്ളിന്റെ തൂണിന് ചാരിയിരിക്കുന്ന ആളൊന്നുമല്ല. നമ്മുടെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിലെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുമ്പോൾ ഒരു 40 ആളൊക്കെ നടന്നു വരുന്ന പോലെ തോന്നും. നമ്മൾ പറയില്ലേ ഓനൊരു 10 ആക്കെല്ലാം മതിയെന്ന്. ഞങ്ങളെ നാട്ടിൽ പറയലുണ്ട്. ഞങ്ങളെ നാട്ടിൽ പറയലുണ്ട് ഓനൊരു 10 ആക്കൽ ഓനൊരുത്തം മതിയെന്ന്. അജ്ജാതിക്കരുത്ത് സംഭവം വേണം. ചെറുപ്പക്കാരൊക്കെ അതിനുള്ള പണിയെടുത്തോളി. ഈ യുവാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മുടിയെല്ലാം എന്തെല്ലാം ആക്കി നടക്കുന്നതിനെ തടിയൊന്നും ഉഷാറാക്കി നടന്നോളി. അല്ലേ എന്തേ നല്ല ഉഷാറ് വേണം. കണ്ടാ പേടിക്കണ്ടോ എൻ്റെ അഭിപ്രായം. പേടിക്കണ്ടോ കണ്ടാത്തന്റെ പേടിക്കണം. മുമ്പ് കളരി പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉസ്താദ് പിടിച്ചിട്ട് ഗോതയൊക്കെ ഉണ്ടാക്കി. ഒരിക്കൽ പറടാ, ധൈര്യമില്ലെങ്കിലും അടിക്കാൻ വരുന്ന നിങ്ങളെ കണ്ടാ പേടിക്കണം. അതന്നെ ഒരു വലിയ അടിയാണ് എന്നാണ്. ഇത് ആദ്യം തന്നെ തലചൊറിയും, പിന്നെ എവിടെയാ ശരിയാകുക? ആദ്യം തന്നെ തലചൊറിയും, പിന്നെ എവിടെയാ ശരിയാകുക? ചെറുപ്പക്കാരോടാണ് കേട്ടോ. കാരണം ധീരന്മാരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഉശിരന്മാരുടെ ചരിത്ര ഭാഷ. അവരെ ഉശിരിന്റെ രഹസ്യം മസിലൊന്നല്ല, ഈമാനാണ്. അത് ആദ്യം പഠിച്ചോളി നിങ്ങൾ. ഇത് പൂച്ചറ കണ്ടാ പേടിക്കുന്ന ഈ ധൈര്യമാണ് പല ചെറുപ്പക്കാർക്കും. മസിലെല്ലാം ഭയങ്കര സംഭവമായിരിക്കും. പോട്ടെ. അതല്ലേ എന്തെങ്കിലുമൊക്കെ നിയമമൊക്കെ വന്നു പറയുമ്പോൾ നമുക്ക് ബേജാറ് വരുന്നത്. ആർത്തിരമ്പുന്ന കടൽ തിരമാലകൾക്ക് മുമ്പിൽ പേടിക്കാത്തവരാണ് നമ്മുടെ പൂർവികർ. അറിയോ നിങ്ങൾക്ക്? പേടി പറയരുത് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ആരും. ഈ ഉമ്മത്തിനാരും പേടിപ്പിക്കരുത്. ഉള്ളാളത്ത് മറവിട്ട് കിടക്കുന്ന സയ്യിദ് മദനി എന്ന് പറയുന്ന ആ വലിയ എങ്ങനെ അവിടെ വന്നേക്കണേ? എങ്ങനെയാ വന്നിരിക്കുന്നത്? അതായത് നമ്മുടെ ഒരു പാരമ്പര്യം അതാണ്. ഉശിരിന്റെ, ഉണർവിന്റെ, തടുക്കേണ്ടവനെ തടുക്കുന്നതിന്റെ, നിലക്ക് നിർത്തേണ്ടവനെ നിലക്ക് നിർത്തുന്ന ഒരു പാരമ്പര്യമുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു എസൻസ് ഈമാനാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർത്താനം പറയണ്ട. ഇല്ലെങ്കിൽ പിന്നെ മുണ്ടാട്ട് എന്നിട്ട് ഉള്ള കടലാസിലൊക്കെ ഒപ്പിടുന്ന തന്നെയാണ് നല്ലത്. വെറുതെ ചൊറക്ക് വെക്കണ്ട. ഉള്ള കടലാസിൽ ഒപ്പിട്ട് തീർന്ന് വെള്ളക്കൊടി കാണിച്ചാൽ പിന്നെ യുദ്ധമില്ലല്ലോ. കഴിയുന്ന പണിയെടുത്താൽ മതിയെന്ന്. അപ്പോ സിഹത്ത്, കുവ്വത്ത്, നഷാത്ത്, ഇബാദത്തിന് ഇത് അനിവാര്യമാണ്. ഫത്ഹുൽ മുഈൻ എന്ന ലോക പ്രശസ്തമായ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ നിസ്കാരത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് മഹാനവറുകൾ എഴുതി വെച്ച ഒരു മത്തനെന്താ? ബി നഷാത്തിൻ, ഉണർവോടെ, ഉന്മേഷത്തോടെ. ഇപ്പൊ എത്രാക്കാണ് കാലിന് വെജ്ജ, എന്നെ എങ്ങനെയപ്പ നിസ്കരിക്കാണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് എടങ്ങേറായിട്ടാണ് നിസ്കരിക്കാൻ പോണത്. എങ്ങനെയെങ്കിലും ഒന്ന് സലാം വീട്ടി കിട്ടിയാൽ മതി എന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. ദയവേത് ഉസ്താദുമാർ നിസ്കാരത്തിൽ വലിയ സൂറത്ത് ഓതിയാക്കരുതേ. ഇത് കാലം വളരെ രോഗികളെ പ്രയാസം. നിങ്ങൾ ഓതരുത്, ആരും ഓതരുത് ഉസ്താദെ. ഏതെങ്കിലും ഓതുന്ന ഇമാം ഉണ്ടെങ്കിൽ അത് നിർത്തണം. ചില കമ്മിറ്റിക്കാർക്ക് ഒരു പൂതിയുണ്ട്, ഇത് നല്ലോണം ഓതുന്ന മൊയിലാറ ഇമാമാക്കി നിർത്താൻ. രണ്ടിനെയും പുറത്താക്കണം. മഹലിന്ന് രണ്ടിനെയും പുറത്താക്കണം. പറ്റൂല. മുട്ടുവേദനക്കാര്, നിൽക്കാൻ പറ്റാത്തവര്, വേദനിക്കുന്നവര്, എന്നിട്ട് മൊയിലിയാർ അങ്ങോട്ട് മെഹ്റാബിൽ എന്നിട്ട് ഓതാണ്. ഇയാളിങ്ങനെ ഓത്ത് പഠിച്ചിട്ടേ മൂപ്പർക്ക് ഇങ്ങനെ ഓതലുണ്ട്. നല്ല മൈക്കും എക്കോ. ആ മെക്കോ മൈക്കാതെ ഒഴിവാക്കണം പള്ളിയിൽ. ചെറിയ സൂറത്ത് തപ്പിപ്പിടിച്ച് ഖുർആൻ ഓതുക. ഈ കാലം സൂക്കേട്, മുട്ടുവേദന, കാലുവേദന, കാലിന് നീര്, പെട്ടെന്ന് മൂത്രയിക്കാൻ പോകേണ്ടവര്, എന്നിട്ടാ ഓത്ത് വലുത്. അവൻ ടൗൺ പള്ളിയിൽ ടൗണാണ്. ഫിഖ് മാനിക്കാതെ ഇസ്ലാം ഉണ്ടോ? അതുകൊണ്ട് ദയവിതെല്ലാം ഉസ്താദന്മാരോട് ഒന്ന് പറയണം ഓത്ത് ചുരുക്കാൻ. നിസ്കാരം തീർത്തു കൊടുക്കുക നിങ്ങൾ. കാരണം ജനങ്ങൾക്ക് കഴിയുന്നില്ല. പിന്നെ അമ്പകയിൽ നിസ്കാരത്തോട് ഒരു വെറുപ്പ് വരണ്ട. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഫിഖ് പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ആർക്കൊന്നും തോന്നേണ്ട ഇത് വെറുതെ പറഞ്ഞാണ്. ഞാൻ ഫിഖ് പറഞ്ഞത്. ആലിമീങ്ങൾ ഇരുത്തിയിട്ടാണ് സംസാരിക്കണത്. അല്ലാന്ന് പറയും മഹല്ലുകളുടെ കത്തിയുമാരല്ലേ ഇരിക്കണത്. അല്ലാന്ന് പറയും ഫുഖഹാക്കൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. മനുഷ്യനെ പരിഗണിക്കുക എന്നതാണ് മതം. മനുഷ്യനെ എളുപ്പം ചെയ്തു കൊടുക്കലാണ് മതം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ. അള്ളാഹു നിങ്ങൾക്കൊക്കെ എളുപ്പം ഉദ്ദേശിക്കണേ. എന്നാൽ ചില ആളുകൾ അത് വിട്ടുകൊടുക്കൂല. ചില ആളുകൾ അങ്ങോട്ട് ഇടങ്ങേറാക്കും. സുബീന്റെ ഒക്കെ നിസ്കാരത്തിന് പോയാൽ പെട്ട് അങ്ങോട്ട് ഓതു തന്നെ. മുമ്പ് നിൽക്കാതിരിക്കാൻ മുട്ടുവേദന ഉള്ളത്. 10-15 കൊല്ലം മുമ്പ് നിങ്ങൾ തബാറക്ക് ഓതിക്കോളി, പ്രശ്നമില്ല.
അന്ന് മുട്ടുവേദന ഉണ്ടോ? ഇടങ്ങേറാക്കരുത് മനുഷ്യന്മാരെ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും എളുപ്പം ചെയ്തു കൊടുത്ത നായകനാണ്, ദൂതരാണ്. നിങ്ങളായിട്ട് ഇടങ്ങേറാക്കരുത്. അള്ളാഹു എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യട്ടെ കേട്ടോ. ഒക്കെ നിയമമായിട്ട് തന്നെ വരണം എൻ്റെ അഭിപ്രായം. അപ്പം അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി എന്നതിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാതത്തിലെ പ്രാർത്ഥനയായി, ഉണർവിന്റെ സമയത്തെ പ്രാർത്ഥനയായി പഠിപ്പിച്ചതിൽ നിന്റെ ശരീരത്തിലെ ജീവനെ ശക്തിപ്പെടുത്തുന്ന വലിയ രഹസ്യങ്ങളുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ആരോഗ്യത്തിന് 4 തത്വങ്ങൾ പറഞ്ഞു, 4 എണ്ണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യൻ ആരോഗ്യവാനാകുന്നതിന്റെ 4 തത്വങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ കേൾക്കാത്തവരുണ്ടോ? ഇല്ല. ഇതിലൊന്ന് പ്രഭാതത്തിലെ ഉണർച്ച. ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയുടെ വലിയ രഹസ്യങ്ങൾ അറിയാൻ പരിശ്രമം നടത്തി പഠിച്ച ചില ആളുകൾ കണ്ടെത്തിയത് അവരുടെ പ്രഭാതത്തിലെ ഉണർച്ചയാണ് ഒന്നാമത്തെ കാരണം പറഞ്ഞത്. പ്രഭാതത്തിലെ ഉണർച്ച, ഫജ്റിന്റെ നേരത്തെ ഉണർച്ച. അപ്പൊ രോഗികൾ നിർബന്ധമായും ഫജ്റിൽ ഉണരണം, എന്നാ സൂക്കേട് കുറയും. കാരണം സൂക്കേട് കുറയാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വായുമണ്ഡലത്തിൽ സ്വർഗീയ പരിമളമായി ഒരുക്കിയത് ഫജ്റിലാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ഉറങ്ങിപ്പോകുന്നതിനെ തൊട്ട് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് ദുആ ചെയ്യുന്നത് എന്ത്? അല്ലാഹുമ്മ നബ്ബിഹിനാ അൻ നൗമത്തിൽ ഗാഫിലിൻ. അല്ലാഹുവേ, ഉറക്കം തൂങ്ങിപ്പോകുന്ന അവസ്ഥയെ തൊട്ട് ഒന്ന് ഉണർത്തി തരണേ. കാരണം ഉണരേണ്ട സമയത്ത് ഉണർന്നിട്ടില്ലെങ്കിൽ ചിലത് നഷ്ടപ്പെട്ടു പോകും. അതിലേറ്റവും വലുതാണ് ആരോഗ്യം. മനസ്സിലാവാണ്ടോ? ഞാൻ സ്പീഡായി പോയോ? സ്പീഡായി. അതായത് അല്ല, പറയുന്നത് ഓരോന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഈ പരിശ്രമം നഷ്ടത്തിലായി പോകുകൊണ്ടാണ്. നിങ്ങൾക്ക് തോന്നി ഇതെന്തെല്ലാം ആവർത്തിച്ച് പറയുന്നത്. ഹത്താ തഫ്ഹമ അൻഹു അആദഹ തലാസൻ ഹത്താ തഫ്ഹമ അൻഹു. അതാ കലാമ് കേട്ടാ. ഉസ്താദ്മാർക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്. ആവർത്തിച്ച് പറയുന്നത് കൗമിന് തിരിയാൻ തന്നെയാണ്, കൗമിൽ അത് സ്ഥിരപ്പെടാനാണ്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലിയാണ്. നമ്മുടെ വിഷയം പ്രഭാതത്തിൽ ഉണ്ടത്രേ, അൽഹംദുലില്ലാഹ് ഉണ്ടത്രേ. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് അതിനിടയിൽ ഒന്ന് പോയതാ. എന്തിനാ പോയത്? 4 വലിയ തത്വങ്ങൾ ആരോഗ്യ വിഷയത്തിൽ അവതരിപ്പിച്ച മഹാനായ വൈദ്യശാസ്ത്ര പണ്ഡിതനാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. നമ്മളിൽ പലരുടെയും ധാരണ ഇമാം ഷാഫിഈ റളിയല്ലാഹു ഫിഖ്ഹിന്റെ കുറച്ച് കിതാബെല്ലാം എഴുതിയ ആളാണെന്നാ. ആണ് അല്ലാന്നല്ല. എന്നാൽ വൈദ്യശാസ്ത്രത്തിലെ മഹാതത്വങ്ങൾ അവതരിപ്പിച്ച വലിയ സയന്റിസ്റ്റ് ആയിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. ആ മഹാനുഭാവൻ കുറെ ഫോർമുലകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പ്രഭാതത്തിലെ ഉണർച്ച. ഏത് പ്രഭാതത്തിലെ? സൂര്യൻ ഉദിച്ചാലും പ്രഭാതം തന്നെയാണ്. സൂര്യൻ ഉദിച്ചാലും പ്രഭാതം തന്നെയാണ്. പക്ഷെ പ്രഭാതം, പൂർവപ്രഭാതം, ആദി പ്രഭാതം, പ്രഭാതം, 3 എണ്ണം. പ്രഭാതം എത്രണ്ണായി? അതായത് ഫജ്ർ സ്വാദിക്ക് സുബീന്റെ ബാങ്ക് കൊടുത്ത പാടുള്ള സമയം, പിന്നെ സൂര്യൻ ഉദിച്ചിട്ടുള്ള സമയം. മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നല്ലോ. ചിലതങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നുന്നല്ലോ. ഇശാഇന്റെ വഖ്ത് അവസാനിച്ച് എന്താ സുബീന്റെ സമയം ആയോ? ഇല്ല. ഫജ്റിന്റെ സലാത്തില്ലേ, തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയമില്ലേ, അതന്നെ. നമ്മളെല്ലാവരും ആ 4 മണിക്ക് എണീക്കുന്നുണ്ടല്ലോ, അതന്നെ സമയം. ഈ സമയത്തെ ഉണർവ് ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഹൃദയശക്തി, മസ്തിഷ്ക ശക്തിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഹൃദയത്തെ ബലപ്പെടുത്തും, മസ്തിഷ്കത്തെ ശക്തിപ്പെടുത്തും. ഇത് രണ്ടും ബലപ്പെട്ടാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ സലാമത്തായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാങ്ക് കേൾപ്പിക്കലുടെ ഹൃദയം വഴി മസ്തിഷ്കത്തെ ബലപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും ശക്തിപ്പെടുത്തുക എന്ന ഒരു വലിയ രഹസ്യമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. ജനിച്ച് ഉമ്മാന്റെ പള്ളയിൽ അള്ളാന്റെ ഒരു പ്രത്യേകമായ തർബിയത്തിൽ, ഒരു പ്രത്യേക സംരക്ഷണത്തിൽ ജീവിച്ച മനുഷ്യൻ വായുവും വെള്ളവും വെളിച്ചവും ഇരുട്ടും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ലോകത്തേക്കാണ് വരുന്നത്. ഇവിടെ ഒറ്റ ടൈപ്പാണ്. എവിടെ? ഉമ്മാന്റെ പള്ളയിൽ ഒറ്റ ടൈപ്പാണ്, ഒരു കാലാവസ്ഥയാണ്. എന്നാൽ നീ ജനിച്ചു വീണ ഭൂമിയിലോ ഇടക്ക് വെളിച്ചം, ഇടക്ക് ഇരുട്ട്, ഇടക്ക് ചൂട്, ഇടക്ക് തണുപ്പ്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു അവസ്ഥയോട് നിന്റെ ശരീരത്തിന് ഈ അവസ്ഥകളോട് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ നീ ആദ്യം അള്ളാഹുവുമായി ബന്ധപ്പെട്ട കലാമ് കേൾക്കണം. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വാക്കുകൾക്കാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വാക്കുകൾക്കാണ്. അള്ളാഹുവിന്റെ ഒരു വാക്കിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്.
അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രപഞ്ചമുണ്ടായത്. അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ കഅബാലയം ഉണ്ടായത്. ഫൈദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഭൂമിയിലെല്ലാം ഉണ്ടാവുന്നത് കുൻ എന്നതിന്റെ പിറകെയാണ്. ഭൂമിയിലെല്ലാം ഉണ്ടാകുന്നത് കുൻ എന്നതിന്റെ പിറകെയാണ്. കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂനു. അപ്പൊ കുൻ എന്ന് പറയണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിക്കണമെങ്കിൽ അടിമയുടെ കൽബിൽ അങ്ങനെ ഒരു ഉദ്ദേശം വരണം. അപ്പൊ പ്രഭാതത്തിലെ ഉണർവ്, പ്രഭാതത്തിലെ ഭക്ഷണം, പ്രഭാതത്തിലെ ജോലി, പ്രഭാതത്തിലെ വായന, 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ ആരോഗ്യവാനാക്കുന്നത് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. പ്രഭാതത്തിലെ ഉണർച്ച, പ്രഭാതത്തിലെ ഭക്ഷണം, പ്രഭാതത്തിലെ ജോലി. അതായത് ജോലി ചെയ്യാൻ രാവിലെ തന്നെ ഇറങ്ങണമെന്ന്. ജോലി ചെയ്യാൻ രാവിലെ ഇറങ്ങണം, അതൊരു ബർക്കത്താണ്. അപ്പൊ പ്രഭാതത്തിലെ ഉണർച്ച അത് എപ്പോഴും നമ്മൾ ചെയ്യുന്നു. പ്രഭാതത്തിലെ ഭക്ഷണം അത് നമ്മൾ ചെയ്യാറില്ല. രാവിലെ തന്നെ എന്താ കഴിക്കണത്? ആരാ കഴിക്കണത്? കാലിച്ചായ എന്താ പേര് ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂര്. ഇവിടെ എന്താണ് പറയാൻ അറിയില്ല. വെറുതെ ഒരു ചായ, കേട്ടി ചായ എന്ന് പറഞ്ഞിട്ട്. അല്ല, നിങ്ങളെന്ത് ചായ പറഞ്ഞ നേരത്തെ? കേട്ടി ചായ. സുബ്ബിക്കുന്നല്ലേ? ഉസ്താദ് പറയാം രാവിലെ എന്ന് പറഞ്ഞാൽ പറ്റില്ല, സുബ്ബിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ എണീക്കുന്നു. കുറച്ചു കാലം എന്തായാലും ഇവിടെ നിൽക്കണം. കാരണം നിങ്ങളെ ഭാഷ നല്ല രസമുള്ള ഭാഷയാണ്. എനിക്ക് പറയുന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും പ്രസംഗം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായില്ലേ? എല്ലാവരും പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാം വേണേൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. സാരമില്ല, കുറച്ച് കഴിഞ്ഞാൽ പറയും. കാരണം ഇപ്പം മംഗലാപുരമായിട്ടൊരു ബന്ധമുണ്ട്. അതിങ്ങനെ വളർന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ പേരിലാണ് ആ ബന്ധം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉണ്ടല്ലോ, നല്ലൊരു പേരിലൊരു ബന്ധം ഉണ്ടാകുന്ന നല്ല ബന്ധമല്ലേ അല്ലേ? നല്ല വഴിയിലാണ് ബന്ധം. അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഈ ദേശത്തെ ഈ നാട്ടുകാരെ, നിങ്ങളെ വീടുകളെ, നിങ്ങളെ കച്ചവട സ്ഥാപനങ്ങളെ, നിങ്ങളെ കൃഷിയിടങ്ങളെ, നിങ്ങളെ വഴികളെ, നിങ്ങളെ വാഹനങ്ങളെ അള്ളാഹു കാക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ പ്രസംഗം നിർത്തേണ്ട സമയം അല്ലേ? അപ്പൊ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അവസാനം പറഞ്ഞ 4 പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴത്തേക്കും മതിയായ പോയിന്റാണ്. രാവിലത്തെ ഉണർച്ച, അതിനു വേണ്ടി നമുക്ക് ദുആ ചെയ്തിരുന്ന ആളാണ് ആര്? നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ. അല്ലാഹുമ്മ നബ്ബിഹ്നാ അന്നൗമത്തിൽ ഗാഫിലീൻ. ആർക്കാ രോഗം? ഗാഫിലിന്. ആർക്കാ രോഗം? ഗാഫിലിന്. വലാ തകും മിനൽ ഗാഫിലീൻ. ആർക്കാ രോഗം? ഗാഫിലായ മനുഷ്യൻ, ശ്രദ്ധയില്ലാത്ത മനുഷ്യൻ എന്നതിന്റെ അർത്ഥം. ശ്രദ്ധയില്ലാത്ത മനുഷ്യനാണ് സൂക്കേട് വരിക. വലാ തകും മിനൽ ഗാഫിലീൻ എന്നത് ഖുർആനിലെ ഒരു ആയത്താണ്. നിങ്ങൾ അശ്രദ്ധയുള്ളവരുടെ കൂട്ടത്തിൽ പെട്ടുപോവല്ലേ. നിങ്ങൾ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോവരുതേ. വലാ തകും മിനൽ ഗാഫിലീൻ. നിങ്ങൾ ശ്രദ്ധയില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോവരുത്. അതിനു വേണ്ടി പള്ളിയിലെ നമ്മുടെ ഉസ്താദുമാര്, ആദരണീയരായ നമ്മുടെ ഗുരുനാഥന്മാര്, സുബ്ഹിക്ക് തന്നെ നമുക്ക് അതിനൊരു പ്രതിരോധ പ്രാർത്ഥന. അല്ലാഹുമ്മ നബ്ബിഹ്നാ, ഞങ്ങൾ ഉണർത്തണേ. ഉണർവ്. ഇമാം ഷാഫി റളിയല്ലാഹു ഉണർവ്. ഉസ്താദിന്റെ ദുആ ഉണർത്തണേ. ആമീൻ പറയാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയണമെങ്കിൽ ആ സമയത്ത് പള്ളിയിൽ ഉണ്ടാവണം. നബ്ബിഹ്നാ, ഞങ്ങളെ ഉണർത്തണേ. ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ഉണർത്തണേ. ഹൃദയത്തെ ഉണർത്തണേ. മസ്തിഷ്കത്തെ ഉണർത്തണേ. പാൻക്രിയാസിനെ നീ ഉണർത്തണം. അപ്പോഴേ ഇൻസുലിൻ ശരിയായി ഉൽപ്പാദിപ്പിക്കപ്പെടുള്ളൂ. ഇത് പ്രഭാതമാണ്, എനിക്ക് ജോലിയിലേക്ക് പോകണം. എന്റെ ഇൻസുലിൻ ലെവൽ തെറ്റിയാൽ ഞാൻ തളരും. എന്റെ കരളിനെ നീ ഉണർത്തണം. കാരണം കരള് ശരിയായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്റെ ശരീരം വിഷമയമാവാൻ സാധ്യത ഉണ്ട്. ഞാൻ തളർന്നു പോവും. എന്റെ മസിലുകളെ നീ ഉണർത്തണം. ഇല്ലെങ്കിൽ എന്റെ ചലനങ്ങൾക്ക് പ്രശ്നമാണ്. എന്റെ ശരീരാവയവങ്ങൾ ചലിപ്പിക്കണ്ടേ? അതിന് നീ എന്റെ മസിലുകളെ ഉണർത്തണം. നബ്ബിഹിനാ, ഞങ്ങളെ ഉണർത്തണേ. അന്നൗമത്തിൽ ഗാഫിലീൻ. ശ്രദ്ധയില്ലാത്ത മനുഷ്യന്മാര് ഉറക്കം തൂങ്ങണ പോലെ, ഉറങ്ങണത് പോലെയുള്ള അവസ്ഥയിൽ ഞങ്ങളെ നീ ഉണർത്തി തരണേ അല്ലാഹ്. എന്തിനാ ഇത് ദ്വാരക്കണത്? വലാ തകും മിനൽ ഗാഫിലീൻ എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഗാഫിലിനാണ് രോഗം. അടിസ്ഥാനപരമായി ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരം ആർക്കാ രോഗം? ഗാഫിലിന്, അശ്രദ്ധയുള്ളവർക്ക്.
അള്ളാഹു ശ്രദ്ധയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അപ്പം നിങ്ങൾ അൽഹംദുലില്ലാഹ് നന്നായി പറയണം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 2-3 കാര്യങ്ങൾ കൂടി ഞാൻ അതിനോട് ചേർത്തി പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്താം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കലായി പോവും. അങ്ങനെ പാടില്ലല്ലോ. കാരണം നിങ്ങൾ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞ് സദസ്സ് തുടങ്ങിയിട്ട് 1.25 മണിക്കൂറായി വലിയ അദബുകേടാണ്. നമുക്ക് ഇനിയും എപ്പോഴെങ്കിലൊക്കെ കാണാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടെ മംഗലാപുരം വരുന്ന ആളാണ്. അള്ളാഹു തൗഫീക്ക് നമുക്ക് ഇനിയും ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ രാവിലെ ഉണരാൻ ശ്രമിക്കുന്നതോടൊപ്പം രാവിലെ ഭക്ഷണം കഴിക്കണം. നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കണം. ഉണർന്ന ഉടനെ വായ വൃത്തിയാക്കി തഹജ്ജുദ് നിസ്കരിച്ച ഉടനെ നിങ്ങൾ പഴം കഴിച്ച് ജീവിതത്തിലെ ആദ്യത്തെ ഭക്ഷണം തുടങ്ങണം. പഴം കൊണ്ട് എല്ലാ പ്രഭാതങ്ങളും തുടങ്ങണം. പിന്നെ പയറുകൾക്കാണ് ചാൻസ്. രാവിലത്തെ നാസ്തക്ക് പയറ്, ചെറുപയർ, മനസ്സിലായില്ലേ? പയറുകൾ പ്രഭാതങ്ങളിൽ കഴിക്കുന്നത് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കും. എനിക്കത് വിശദീകരിക്കാൻ സമയം, എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. പഴം മാത്രം പറയാം. നിങ്ങൾ എല്ലാ പ്രഭാതത്തിലും പഴം കഴിക്കുന്നവരാവുക. അതത് നാട്ടിൽ കിട്ടുന്ന ഏതാണോ നല്ല പഴം അത് കഴിച്ചാൽ മതി. ഒരു നാട്ടിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന പഴമാണ് ആ നാട്ടിലെ പ്രധാന പഴം. ഒരു നാട്ടിൽ എപ്പോഴും ചക്ക മാത്രമേ കിട്ടൂ, അത് മതി. ചക്കക്ക് വലിയ ഗുണമുണ്ട്, വലിയ ഗുണമുണ്ട്. ചക്കയുടെ പച്ച ചുള, പച്ചയില്ലേ, പച്ച പഴുക്കാത്ത ചക്ക, അത് കഴിക്കുന്നത് പ്രമേഹ രോഗിക്ക് വലിയ ഗുണമുണ്ടാക്കും. വിഷയങ്ങൾ പറയാൻ എനിക്ക് സമയമില്ല, മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു എല്ലാ ഭക്ഷണങ്ങളിലൂടെയും മനുഷ്യര് രോഗത്തെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. രോഗം തടയാൻ മരുന്നിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. രോഗം തടയാൻ ഭക്ഷണവും പ്രാർത്ഥനയുമാണ് വേണ്ടത്, മരുന്നല്ല. രോഗം തടയാൻ, രോഗവിഭാടനത്തിന് മരുന്നിന്റെ ആവശ്യമില്ല, ഭക്ഷണം മതി. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീസ്. വഹുവൽ ഖവിയുൽ അസീസ് എന്ന് പറഞ്ഞ എന്തിനാ? മനുഷ്യനെ കവിയാക്കന്നെ. കവി എന്ന് പറഞ്ഞാൽ പ്രതിരോധമുള്ള ആളാക്കന്നെ. എന്ത് പറഞ്ഞിട്ട്? ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ് ഈ പറയണത്. അള്ളാഹു ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം എന്തിനാ? രോഗം വരാതെ തടിയെ നോക്കാൻ. വെള്ളം എന്തിനാ? രോഗം വരാതെ തടിയെ കാക്കാൻ. അപ്പം ശരീരത്തിൽ രോഗം വരാൻ മരുന്ന് എന്ന ഒരു ആവശ്യമില്ല. ശരീരത്തിൽ രോഗം വരാതിരിക്കാൻ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമാണ് വേണ്ടത്. ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ജൂതനായ ഒരു സഹോദരൻ ചോദിച്ചു, നിങ്ങളുടെ ഖുർആൻ എല്ലാം ചർച്ച ചെയ്തു എന്നല്ലേ പറയണത്? മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യവും ചർച്ച ചെയ്ത ഗ്രന്ഥം എന്നാണല്ലോ നിങ്ങളുടെ ഖുർആനെ കുറിച്ച് പറയുന്നത്. അല്ലയോ റംലി, രോഗം വരാതിരിക്കാൻ വല്ല വഴിയും നിങ്ങളുടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കുലു വഷ്റബു വലാ തുസ്രിഫു. ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഭക്ഷണം കഴിക്കുക, രോഗം വരാതിരിക്കാൻ ഖുർആന്റെ ഫോർമുല. ഇതിനേക്കാൾ വലിയൊരു ശാസ്ത്രമുണ്ടെന്ന് വിശ്വസിക്കാൻ ജലീൽ ദാരിമിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല. നിങ്ങൾ എന്തോ ആണെന്ന് എനിക്കറിയില്ല. ഖുർആനേക്കാൾ വലിയൊരു സയൻസ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ തൗഹീദ്, എൻ്റെ ആദർശം തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ വേറെ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ എൻ്റെ സയൻസ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തെ കിറാമും എന്നെ പഠിപ്പിച്ച, എൻ്റെ ഉസ്താദുമാരെ പഠിപ്പിച്ച, എൻ്റെ മഹാനായ ശൈഖുന PKP ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, എൻ്റെ മറ്റു മഹാന്മാരായ ഗുരുനാഥന്മാരിലൂടെ എനിക്ക് കിട്ടിയ സയൻസ് ഖുർആൻ. ഖുർആനിന്റെ സയൻസ്. യൂറോപ്യന്റെ സയൻസ് വേറെയാണ്, അത് ഖുർആനികമല്ല. ഖുർആനിൽ നിന്ന് വഴി പിരിഞ്ഞു പോയതാണ്. ഖുർആനാണ് മാതൃക, ഖുർആനിൽ നിന്ന് വഴി പിരിഞ്ഞു പോയതാണ്. ഭാരതീയന് ഒരു സയൻസ് ഉണ്ട്, ഭാരതീയർക്ക് ശാസ്ത്രമുണ്ട്. നാം ജീവിക്കുന്ന രാജ്യത്തിന് ഒരു സയൻസ് ഉണ്ട്. ഈ രാജ്യത്ത് ജീവിച്ചു പോയ സന്യാസി വര്യന്മാർ, മഹർഷിമാർ, മുനിമാർ, യോഗി വര്യന്മാർ, മഹത്തുക്കൾ ചിട്ടപ്പെടുത്തിയ ഒരു ശാസ്ത്രം ഈ ഭാരതീയ നാട്ടിനുണ്ട്. അപ്പൊ നമ്മുടെ സയൻസ് വിശ്വാസപരമായി, ആദർശപരമായി, ഈമാനികമായി ഖുർആനാണ്. ഖുർആനിൽ രോഗം വരാതിരിക്കാനുള്ള വല്ല വഴിയും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ജൂതനായ സഹോദരൻ ചോദിച്ചപ്പോ മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടി ഉണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാ പറഞ്ഞേരി. കുലു, നീ ഭക്ഷണം കഴിക്കുക, വഷ്റബു, നീ വെള്ളം കുടിക്കുക, വലാ തുസ്രിഫു, ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും നീ അമിതം ചെയ്യാതിരിക്കുക. 3 കാര്യങ്ങളാണ് രോഗം വരാതിരിക്കാൻ മനുഷ്യന്റെ മുമ്പിൽ ഖുർആന്റെ വഴി.